സൗമ്യ കേസിൽ പുനഃപരിശോധന ഹർജി സുപ്രീംകോടതി തള്ളിയതോടെ മകളുടെ ഘാതകന് വധശിക്ഷ വാങ്ങി നൽകുന്നതിനായുള്ള ഒരമ്മയുടെ നിയമ പോരാട്ടങ്ങൾക്ക് നിരാശാജനകമായ പരിസമാപ്തി. ഗോവിന്ദചാമിയെ കൊലക്കയറിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീംകോടതി നടപടിക്കെതിരെയുള്ള പുനഃപരിശോധന ഹർജിയായിരുന്നു സൗമ്യയുടെ അമ്മ സുമതിയുടെയും സൗമ്യയുടെ ദുരന്തം വിങ്ങലായി നിറഞ്ഞവരുടെയും മനസ്സിലെ അവസാന പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ ഇത്തിരിവട്ടമാണ് അവസാന വിധിയിലൂടെ സുപ്രീംകോടതി തല്ലിക്കെടുത്തിയത്. തന്റെ മകളുടെ ഘാതകനെ പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്ന ഒരമ്മയുടെ ഇടനെഞ്ചിലെ രോഷാഗ്നി ഇനി ഉമിത്തിയായി ജീവിതകാലം മുഴുവൻ ആ മനസ്സിൽ നീറിപ്പോകുകയും. സൗമ്യയെ കൊലപ്പെടുത്തിയത് ഗോവിന്ദചാമിയാണെന്ന് സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് കോടതി വിലയിരുത്തിയത്. സൗമ്യയെ ഗോവിന്ദചാമി തള്ളിയിടുന്നതിന് തെളിവുണ്ടോയെന്ന് നേരത്തെ ചോദിച്ച കോടതിക്ക് മുന്നിൽ ഉത്തരമില്ലാതെ പോയ പ്രോസിക്യൂഷന്റെ വീഴ്ച കൂടിയായി ഈ വിധി വിലയിരുത്തപ്പെടുമെന്ന് തീർച്ച. സൗമ്യ ട്രെയിനിൽ നിന്നും എടുത്തുചാടുന്നത് കണ്ടതായി പറഞ്ഞു കേട്ട വിവരം പ്രോസിക്യൂഷൻ സാക്ഷിമൊഴിയായി രേഖപ്പെടുത്തിയെന്ന ദുർബലമായ വാദം മുന്നോട്ട് വെച്ചായിരുന്നു സുപ്രീംകോടതി പ്രതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകിയത്. ഗോവിന്ദചാമി സൗമ്യയെ മാനഭംഗപ്പെടുത്തിയെന്നതിന് ശാസ്ത്രീയ തെളിവുണ്ടെന്ന് സമ്മതിച്ച കോടതി സാഹചര്യ തെളിവുകൾ കാണാതെ പോയതിലുള്ള നിരാശയാണ് ഇതുമായി ബന്ധപ്പെട്ടവർക്കുള്ളത്. ഗോവിന്ദചാമിയെ ട്രെയിനിൽ നേരത്തെ കണ്ടെന്ന സാക്ഷിമൊഴിയും ഒരാൾ ട്രെയിനിൽ തന്നെ തുറിച്ചു നോക്കുന്നതായി സൗമ്യ അയച്ച മെസ്സേജും സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ടതായും ഒറ്റക്കൈയനായ ഒരാൾ ട്രെയിനിൽ നിന്നും എടുത്തുചാടുന്നത് കണ്ടതായുമുള്ള സാക്ഷിമൊഴികളും ഡോക്ടർ ഹിതേഷ് ശങ്കറിന് മുന്നിൽ ഗോവിന്ദചാമി നൽകിയ കുറ്റസമ്മതമൊഴിയും പോസ്റ്റ്മോർട്ടത്തിലെ ശാസ്ത്രീയ തെളിവുകളും ഗോവിന്ദചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലവുമൊന്നും ഈ കൊടുംകുറ്റവാളിക്ക് വധശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമായില്ലെന്ന തിരിച്ചറിവ് സൗമ്യയുടെ അമ്മയെപ്പോലെ അനേക ലക്ഷം അമ്മ മനസ്സുകളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായും നീറുന്ന വേദനയായും അവശേഷിക്കും. ന്യൂസ് ഡെസ്ക് TCV.